മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. ഏതു നിമിഷമെന്നോണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്, നടപടിയാണിപ്പോൾ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നും പത്മകുമാറിനെതിരെ ഉണ്ടാവുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിന്റെ മുഖ്യ ആസൂത്രകൻ പത്മകുമാർ എന്ന് കണ്ടെത്തിയിരിക്കുന്നു. പത്മകുമാറിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചനകൾ നടന്നു. പോറ്റിയുമായി ചേർന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നു. പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ടുണ്ട്. അനന്തൻ, നിലവിൽ SIT രേഖപ്പെടുത്തിയിരിക്കുന്ന അറസ്റ്റുകളിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റായി ഇപ്പോൾ എ പത്മകുമാറിന്റെ അറസ്റ്റ് മാറുകയാണ്. അതായത് അക്കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നയാൾ ആദ്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതിനെ പൂർണ്ണമായും നിരാകരിച്ച, ചോദ്യങ്ങളെ പോലും തള്ളിക്കളഞ്ഞ പത്മകുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പത്മകുമാർ അറസ്റ്റിലാകുന്നതിലൂടെ CPM-ഉം സർക്കാരും വലിയ രീതിയിൽ പ്രതിരോധത്തിലുമാകുന്നു. അക്ഷയ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ SIT അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെയാണ് SITക്ക് മുൻപിൽ പത്മകുമാർ ചോദ്യം ചെയ്യാൻ ഹാജരായത്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തായിരുന്നു പത്മകുമാർ. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ്, പോലീസ് ആസ്ഥാനത്തിന്റെ അതേ വളപ്പിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനവും. അവിടെ നിന്ന് അല്പസമയത്തിനകം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് SIT ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിക്കും. അവിടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇന്ന് തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. നേരത്തെ റാന്നി കോടതിയായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിച്ചിരുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന നിയമ വകുപ്പ് കൂടി ചേർത്തതോടുകൂടി കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കേസിന്റെ രേഖകളെല്ലാം മാറ്റി. ഇനി അവിടെയാണ് ഇപ്പോൾ കേസ് പരിഗണിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിക്ക് മുൻപാകെ പത്മകുമാറിനെ ഹാജരാക്കും. ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ നൽകി പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും. അതല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം സബ് ജയിലിലോ അതല്ലെങ്കിൽ കൊട്ടാരക്കര സബ് ജയിലിലേക്കോ പത്മകുമാറിനെ റിമാൻഡ് ചെയ്യും. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. അതിൽ അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ ആസൂത്രകൻ പത്മകുമാറാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന നിരവധി തവണ സ്വന്തം വീട്ടിലടക്കം പത്മകുമാർ നടത്തി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിനൊപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം പത്മകുമാർ വലിയ തോതിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഭൂമി ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് പത്മകുമാർ നടത്തിയതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ സമയമെടുത്താണ് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് SIT എത്തിയത്. പ്രത്യേകിച്ച് ഈ പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു CPM നേതാവിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസന്വേഷണം അത് കോടതിയുടെ മേൽനോട്ടത്തിലാണ്. അതിലൊരു രാഷ്ട്രീയ ഇടപെടലും സാധ്യമല്ല എന്ന് തെളിയിക്കുന്ന നീക്കം കൂടിയാണ് ഇന്നിപ്പോൾ SIT നടത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന് വലിയ രാഷ്ട്രീയ പ്രഹരം കൂടിയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം മുൻ കോന്നി MLA, CPM-ന്റെ പത്തനംതിട്ട ജില്ലയിലെ സമുന്നതനായ നേതാവ് 2019 CPM ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പത്മകുമാറിനെ അവരോധിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമായ ഒരു തീരുമാനം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് N വാസുവിന് പിന്നാലെ ഇപ്പോൾ SITയുടെ അറസ്റ്റിലായിരിക്കുന്നത്.